ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. കുക്കറിലാണ് നമ്മൾ പാസ്ത വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഈ ഡിഷ് റെഡിയാക്കാം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൽ ഞാൻ 2 കപ്പ് പാസ്തയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ബാക്കി അതിൽ പ്രഷർ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഞാനത് ഡ്രെയിൻ ചെയ്തു. ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞിട്ടില്ല. കുറച്ച് ഡ്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചിക്കൻ ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. ഇതിലിപ്പോൾ സോൾട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. ഇതേ പാനിലോട്ട് ബട്ടർ ഇട്ടതിന് ശേഷം ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂംസ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് വെള്ളം റിലീസാവും കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കടായിൽ കുറച്ചും കൂടി ബട്ടർ ഇട്ട് ഗാർലിക്കും ഒനിയനും നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യാം. 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മൈദയുടെ പച്ചമണം മാറും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ കുറേ നമുക്ക് കട്ട കുത്താനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ മിൽക്ക് ആഡ് ചെയ്താൽ മതി. 1 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്തു. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്തു. ഇനി ഇത് നന്നായി ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 തരം ചീസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ചീസ് സ്ലൈസും പിന്നെ മൊസറല്ല ചീസും. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കനും മഷ്റൂംസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ പാസ്ത സീസണിംഗ് കൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വളരെ കുറച്ച് മതി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് വരും. ആവശ്യത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് വാട്ടറി ആയിരിക്കുന്ന ടൈമിലാണ് ഞാനത് ഓഫ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.